السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. يا من تفجرت الأنهار نابعة من إصبعيه فروى الجيش بالمدد. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. അൽഹംദുലില്ലാഹ്. ഈ മഹത്തായ അൽ ഫലാഹ് സ്ഥാപനത്തിൻ്റെ 23ാം വാർഷികത്തോടനുബന്ധിച്ച് ധാരാളം പരിശുദ്ധ ഖുർആൻ ഹൃദയസ്ഥമാക്കിയ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്ന അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഈ സ്ഥാപനം തുടങ്ങിയത് മുതൽ ഇന്നേ വരെ ഇവിടെ സേവനം ചെയ്തവരും പഠിച്ചവരും ഈ സ്ഥാപനത്തെ ശക്തിപ്പെടുത്താനും ഉയർത്തിക്കൊണ്ടുവരാനും സഹായിച്ചവരും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട അവൻ്റെ മുഅ്മിനീങ്ങളായ സാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദീർഘമായി പ്രസംഗിക്കുന്നില്ല. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സഹാബികളുടെ കാലത്ത് ജീവിച്ചിട്ടുള്ള പ്രഗത്ഭനായ ഒരു മഹാപണ്ഡിതനാണ് ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. ഇന്നും ഇറാഖിൽ പോയാൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പടുകൂറ്റൻ ജാറവും
അതുപോലെ മഹാനവറുകളുടെ കോളേജും സ്ഥാപനവും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജറ 150 ജനിക്കുമ്പോൾ ആ വർഷം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്താവുകയായിരുന്നു. അൽ ഫുഖഹാഉ കുല്ലുഹും ഇയാലു അബീ ഹനീഫ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ആശ്രിതരാണ് എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തന്നെ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. ആ മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കുറെ കാലം ഇൽമു പഠിച്ച അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മഹാനവറുകളിൽ നിന്ന് ഇൽമു പഠിച്ച് പോകുന്ന സമയത്ത് സമീപത്തേക്ക് ചെന്നു. അങ്ങനെ ചെന്നപ്പോൾ മഹാനവറുകൾ പറഞ്ഞ ചില ഉപദേശങ്ങൾ, അതിൽ ചിലത് മാത്രം, അത് ഏകദേശം 75ഓളം വസിയത്തുകളുണ്ട്. ചിലത് മാത്രം ഞാൻ ഈ സദസ്സിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വഅലം അന്നക മതാ അസൽത ഇശ്അതൻ നാസി സാറൂ ലക അഅദാഅൻ. മോനെ, നീ മനസ്സിലാക്കണം, ജനങ്ങളുമായുള്ള കൂടിപ്പെരുമാറ്റത്തിൽ, ജനങ്ങളുമായുള്ള സഹവാസത്തിൽ നീ മോശമായ സ്വഭാവം പ്രകടിപ്പിച്ചാൽ സാറൂ ലക അഅദാഅൻ, ജനങ്ങൾ നിന്റെ ശത്രുക്കളായി മാറും. വലൗ കാനൂ ഉമ്മഹാത്തിൻ വ ആബാ, അവർ സ്വന്തം ഉമ്മമാരാണെങ്കിൽ പോലും, സ്വന്തം പിതാക്കളാണെങ്കിൽ പോലും നിന്റെ സ്വഭാവവും പെരുമാറ്റവും അത് മോശമാണെങ്കിൽ അവർ നിന്റെ ശത്രുക്കളായി മാറും. വമതാ അഹ്സൻത ഇശ്റതൻ നാസി മിൻ അഖ്വാമിൻ ലൈസൂ ലക അഖ്രിബാഅ സാറൂ ലക അഖ്രിബാഅ. നിന്റെ കുടുംബങ്ങളും ബന്ധുക്കളൊന്നുമല്ലെങ്കിലും നീ ജനങ്ങളോടുള്ള കൂടി പെരുമാറ്റത്തിൽ നല്ല സ്വഭാവം പ്രകടിപ്പിച്ചാൽ അവരെല്ലാം നിന്റെ അടുത്ത ആളുകളായി മാറും. ഇത് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് എന്നെ സമീപിക്കാൻ വരണം. പഠിച്ച് പിരിഞ്ഞു പോകാൻ പോകുന്ന വിദ്യാർത്ഥിയോട് മഹാനവറുകൾ പറയാണ്, ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരണം. ഞാൻ ഒന്നുകൂടി മനസ്സെടുത്ത് ചിന്തിച്ച് നിങ്ങൾക്ക് പിന്നീട് വലിയ ഉപകാരം ലഭിക്കുന്ന വിധത്തിലുള്ള കുറെ ഉപദേശങ്ങൾ ഞാൻ നൽകും. അങ്ങനെ മഹാനവറുകളെ സമീപിച്ചപ്പോൾ പിറ്റേ ദിവസം, ആ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞുകൊടുത്ത ഒരു കാര്യം, കഅന്നീ ബിക വഖദ് ദഖൽത ബസറ, നിങ്ങൾ നന്നായി പഠിച്ച് മനസ്സിലാക്കി പോവുകയാണ്. ഇനി നിങ്ങൾ ബസറയിലെത്തിയാൽ വഅഖബൽത അലൽ മുനാഖദതി മാ മുഖാലിഫീക, നിങ്ങളുമായി എതിരാശയമുള്ള ജനങ്ങളുമായി അല്ലെങ്കിൽ പണ്ഡിതന്മാരുമായി നിങ്ങൾക്ക് സംവദിക്കേണ്ട സന്ദർഭങ്ങൾ വന്നാൽ വറഫഅത നഫ്സക അലൈഹിം, അങ്ങനെ നിങ്ങൾ അദ്ദേഹത്തെക്കാൾ അല്ലെങ്കിൽ അവരെക്കാൾ വലിയ ആളാണ് എന്ന നിലവാരത്തിൽ നിന്നാൽ വതതാബൽത ബിഇൽമിക ലദൈഹിം, അവരുടെ മുമ്പിൽ നിങ്ങളുടെ അറിവ് മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ സരളമായി സംസാരിച്ചാൽ വൻഖബൽത അൻ മുആശറതിഹിം വമുഖാലതതിഹിം, ഞാനൊരു വലിയ അറിവുള്ള ആളാണെന്ന നിലക്ക് ജനങ്ങളുമായി കൂടി പെരുമാറാതെ, ജനങ്ങളുമായി അടുക്കാതെ മാറി നിന്നാൽ
വഹജർതഹും ഫഹജറുക, നിങ്ങൾ അവരെ വിട്ടുനിന്നു, അവർ നിങ്ങളെയും വിട്ടു. വശതംതഹും ഫശതമുക, അവർ നിങ്ങളെ ചീത്ത വിളിച്ചു, അതേപോലെ നിങ്ങൾക്ക് മോശമായി എന്തെങ്കിലും ഭവിക്കണമെന്ന് അവർ ചിന്തിച്ചു, നിങ്ങൾ തിരിച്ചു. വളല്ലൽതഹും ഫളല്ലലൂക, അവരെല്ലാം നിങ്ങൾ എന്തോ ഒരു പിഴച്ച ആളാണെന്ന് വിധിച്ചു, നിങ്ങൾ അവരെയും പിഴച്ചവരായി വിധിച്ചു. വബദ്ദഅതഹും ഫബദ്ദഊക, അവരെല്ലാം ഒരു മോശമായ ആചാരവും അനുഷ്ഠാനവും ഉള്ളവരാണെന്ന് നിങ്ങൾ വിധിച്ചു, തിരിച്ച് നിങ്ങളെ സംബന്ധിച്ച് അവരും വിധിച്ചു. വത്തസല ദാലിക ശൈനു ബിനാ വബിക, അതിനാൽ ഉസ്താദായ നമ്മൾക്കും പഠിച്ചു പോകുന്ന നിങ്ങൾക്കും മോശമായ ഒരു നല്ലതിന് പകരം ഒരു മോശമായ അടയാളം വീണു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ അവരെയും വിട്ടു പോകേണ്ടി വന്നാൽ ഇതൊരു ശരിയായ കാഴ്ചപ്പാടല്ല. ഏതൊരു ജനങ്ങളുമായി നല്ല നിലക്ക് കൂടിപ്പെരുമാറി അവരെയും കൂടി നമ്മുടെ ആശയത്തിലേക്കും നമ്മുടെ ആഗ്രഹത്തിലേക്കും നമ്മൾ ഉൾക്കൊള്ളുന്ന സത്യത്തിലേക്കും കൊണ്ടുവരാനുള്ള സൽമനസ്സും വിശാല മനസ്സും ആരെങ്കിലും ഒരാൾ കാണിച്ചില്ലെങ്കിൽ അവൻ ഒരിക്കലും തന്നെ ഒരു ബുദ്ധിയുള്ള സമീപന രീതിക്കാരനല്ല. നേരെ മറിച്ച് ആളുകളുമായി കൂടി പെരുമാറി ജനങ്ങളെ നല്ലതിലേക്ക് കൊണ്ടുവരിക എന്നതാണ് പഠിച്ച് പിരിഞ്ഞു പോകുന്ന നിങ്ങളുടെ ദൗത്യം എന്ന് ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിനോട് ആമുഖമായി പറഞ്ഞു. പിന്നീട് കുറേ വസിയ്യത്തുകൾ ചെയ്തു. അതിൽപ്പെട്ട ഒന്നാണ് ഇസ്തജിദ്ദ സിയാബക, നല്ല ഡ്രസ്സ് ധരിക്കണം. നല്ല സുഗന്ധം ഉപയോഗപ്പെടുത്തുന്നത്, സുഗന്ധം ഉപയോഗിക്കുന്നത് വർദ്ധിപ്പിക്കണം. നാറിയിട്ടല്ല നടക്കേണ്ടത്. നിങ്ങൾ ആളുകളെ നിങ്ങളുടെ സദസ്സിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. അതൊരു പ്രത്യേക നിശ്ചിത സമയത്ത് ജനങ്ങൾക്ക് ക്ലാസ് എടുക്കുകയും ജനങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും വേണം. നിസ്കാരം മുറക്ക് കൃത്യമായി മുറക്ക് നിർവഹിക്കണം. നിങ്ങൾ മാത്രം ഭക്ഷണം കഴിച്ചാൽ പോരാ, ഭക്ഷണം മറ്റുള്ളവർക്കും വിതരണം ചെയ്യണം. ഒരിക്കലും ലുബ്ധനായ ഒരു മനുഷ്യൻ നേതൃരംഗത്തെത്തുകയില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഉപദേശിച്ച കൂട്ടത്തിൽ പറഞ്ഞു, വസ്ഹബിൽ അഖ്യാർ, നിങ്ങൾ നല്ലവരുമായി നല്ല മനുഷ്യന്മാരുമായി സഹവസിച്ച് ജീവിക്കണം. വലാ തതഹാവൻ ബിസുൽത്താൻ, അധികാരമുള്ളവരെ നിന്ദിച്ചു കാണാൻ പാടില്ല. വലാ തഹ്ഖിറന്ന അഹദൻ യഖ്സുദുക, നിങ്ങളെ കാണാൻ വരുന്ന ഒരാളെയും നിങ്ങൾ നിസ്സാരപ്പെടുത്തി ഇൻസൾട്ടാക്കി വിടാൻ പാടില്ല. വലാ തുഖസ്സിറന്ന ഫീ ഇഖാമത്തി മവദ്ദതിക ഇയ്യാഹും, അവരെ നന്നായി സ്നേഹിക്കുന്നതിൽ നിങ്ങൾ ഒരൽപ്പവും വിട്ടുവീഴ്ച വരുത്താൻ പാടില്ല. വലാ തുഖ്രിജന്ന സിർറക ഇലാ അഹദിൻ, നിങ്ങളെ രഹസ്യങ്ങളൊന്നും ആരിലേക്കും വിട്ടുകൊടുക്കാനും പാടില്ല. വലാ തസിഖന്ന ബിസുഹ്ബതി അഹദിൻ ഹത്താ തംതഹിനഹു, നിങ്ങൾ പെട്ടെന്ന് ഒരാളുമായി കൂടി പെരുമാറി ജീവിക്കരുത്. അവരെ സംബന്ധിച്ച് നന്നായി പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടല്ലാതെ ഒരു കൂട്ടരുമായി സഹവസിക്കാൻ പോകരുത്. ولا تقولن من الكلام ما ينكر عليك في ظاهره, ബാഹ്യമായി ഒരു സംസാരം സംസാരിക്കുമ്പോൾ അതിൽ വിമർശനത്തിന് വിധേയമാകുന്ന വാചകങ്ങളുള്ള സംസാരങ്ങൾ സംസാരിക്കരുത്. ഇയ്യാക വൽബിസാത ഇല സുഫഹാ, വിവരമില്ലാത്ത വിഡ്ഢികളായ ആളുകളുമായി കൂടുതൽ ബന്ധപ്പെട്ട് നിങ്ങൾ ജീവിതം നയിക്കരുത്.
വഅലൈക ബിൽ മുദാറാത്തി വസ്സബ്രി വൽ ഇഹ്തിമാൽ. നിങ്ങൾ നല്ല ക്ഷമയും സഹനവുമുള്ളവരാകണം. വഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവമുള്ളവരാകണം. വസഅത്തി സ്വദർ, വിശാലമായ മനസ്സുള്ള ആളായിരിക്കണം. എവിടെയും വിശാലമായ മനസ്സോടെ ജീവിതം നയിക്കണം. ബഹുമാനപ്പെട്ടവർ വേറെയും കുറേ ഉപദേശങ്ങൾ നൽകി. ഇപ്പോൾ ഞാൻ അതിലേക്ക് ഇനിയും കടന്ന് സംസാരിക്കുന്നില്ല. കടപ്പാടുകൾ വീട്ടുന്നതിൽ മുൻപന്തിയിലുണ്ടാകണം. നിങ്ങളുടെ സഹോദരന്മാരിൽ വല്ലവരും രോഗിയായാൽ സ്വന്തം തന്നെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോകണം. നേരിട്ട് പോകാനും ശുശ്രൂഷിക്കാനും കഴിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കുന്ന പ്രതിനിധികൾ മുഖേന അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകണം. ആരെങ്കിലും ഒരാൾ ഇപ്പോൾ കാണുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കണം. ആരെങ്കിലും ഇപ്പോൾ നിന്നിലേക്ക് ഇങ്ങോട്ട് വരാതെ നിന്നിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നീ അങ്ങോട്ട് പോകാതെ നീയും മാറിയിരിക്കാൻ പാടില്ല. ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകണം. അതേപോലെ നിന്നോട് നല്ല സ്വഭാവം കാണിക്കാതെ ആരെങ്കിലും പരുഷ സ്വഭാവത്തിൽ പെരുമാറിയാൽ നിങ്ങൾ അങ്ങോട്ട് ബന്ധം ചേർക്കണം. നിങ്ങളുടെ സമീപത്ത് വല്ലവരും വന്നാൽ വന്നവരെ ആദരിക്കണം. നിങ്ങളിലേക്ക് വല്ലവരും മോശമായ സ്വഭാവം പ്രകടിപ്പിച്ചാൽ വിട്ടുവീഴ്ച ചെയ്യണം. നിങ്ങൾക്ക് ഇന്ന കുറ്റമുണ്ടെന്ന് പറഞ്ഞ ഒരാൾ സംസാരിച്ചാൽ തിരിച്ച് അദ്ദേഹത്തിന്റെ നന്മ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. നിങ്ങളെ കുറ്റം പറഞ്ഞവന്റെ നന്മ പറയാൻ സാധിക്കണം. നിങ്ങൾക്കും കുറെ കുറ്റമുണ്ട് എന്ന് അങ്ങോട്ട് പറയുകയല്ല വേണ്ടത്. ഒരു മനുഷ്യൻ കൂടെയുള്ളവർ മരിച്ചുപോയാൽ നീ അദ്ദേഹത്തിനോടുള്ള കടപ്പാട് വീട്ടണം. ഒരാൾക്കൊരു സന്തോഷം കൈവന്നാൽ അതിന്റെ പേരിൽ ആശംസയും അഭിനന്ദനവും അർപ്പിക്കണം. വല്ല വിപത്തും സംഭവിച്ചാൽ അദ്ദേഹത്തിന്റെ കണ്ണോക്ക് കാണാൻ പോകണം. ഒരാൾക്ക് മനസ്സിന് ക്ലേശമുണ്ടാകുന്ന വിഷയം വന്നാൽ നിങ്ങളും കൂടി അദ്ദേഹത്തിന്റെ വേദനയിൽ പങ്കുചേരണം. ഒരിക്കലും തന്നെ ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങളും കൂടി വന്ന് എന്നെ സഹായിക്കണം, നിങ്ങൾ കൂടിത്തരണം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി കൂടിക്കൊടുക്കാൻ നിനക്ക് സാധിക്കണം. വല്ലവരും നിങ്ങളോട് ഇസ്തിഗാഥ ചെയ്താൽ, സഹായം തേടിയാൽ സഹായം നൽകണം. ഒരാൾ സഹായത്തിന് അഭ്യർത്ഥിച്ചാൽ സഹായം നൽകണം. കഴിവിന്റെ പരമാവധി സർവ്വജനങ്ങളോടും സ്നേഹം പ്രകടിപ്പിക്കണം. ആള് സ്വഭാവ ദൂഷ്യമുള്ളവനാണെങ്കിൽ പോലും അവർക്കെല്ലാം സമാധാനത്തിന്റെ സന്ദേശം അറിയിക്കണം. നിങ്ങളും മറ്റ് പലരും ഒന്നിച്ചൊരു സമൂഹത്തിൽ ഒരുമിച്ച് കൂടി അവിടെ ഒരു ചർച്ച നടന്നാൽ അങ്ങനെ അവരൊക്കെ അവരുടെ ചർച്ചകളിൽ അവരുടെ കയ്യിലുള്ള ആശയങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ അടുക്കൽ വേറൊരാശയം പറയാനുണ്ടെങ്കിലും പെട്ടെന്ന് നിങ്ങളത് പറയാൻ പോകരുത്. നിങ്ങൾ എല്ലാവരും പറഞ്ഞതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് അവസാനം ഇതിൽ ഇങ്ങനെ ഒരു അഭിപ്രായവും ഉണ്ടല്ലോ എന്ന് പറഞ്ഞതിന്റെ തെളിവുകൾ നിരത്തി വെക്കണം. അപ്പോൾ അവർക്ക് നിങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവർ ചോദിക്കും, ഇതാര് പറഞ്ഞതാണ്? ഒരിക്കലും ഞാൻ പറഞ്ഞതാണ് എന്ന് പറയരുത്. അത് ചില പണ്ഡിതന്മാർ പറഞ്ഞതാണ് എന്ന് പറയണം. എന്റെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് ഞാൻ വലിയ ആളാണ് എന്ന് വരാനുള്ള ഒരവസരം ഉണ്ടാക്കരുത്. അങ്ങനെ അതിനവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങളെ അംഗീകരിച്ച് അവർ നിങ്ങളടുക്കൽ പഠിക്കാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾ പകർന്നു കൊടുക്കണം. അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതമെന്ന് മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ച ഉപദേശങ്ങളിൽ
നമുക്ക് കാണാൻ സാധിക്കും. ഞാനിത് ബറക്കത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഈ ചെറുപ്പക്കാരായ മുതഅല്ലിമീങ്ങൾക്കും അതുപോലെ നമ്മുടെ സദസ്സിലുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ഈ പാവപ്പെട്ട എനിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മളെപ്പോഴും അല്ലാഹുവിനെ നമ്മുടെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഈമാനിനെ കുറിച്ച് ചോദിച്ചു, ഇസ്ലാമിനെ സംബന്ധിച്ച് ചോദിച്ചു. അതെല്ലാം പറഞ്ഞു കൊടുത്തു. ശേഷം അഖ്ബിർനി അനിൽ ഇഹ്സാൻ, അല്ലെങ്കിൽ വമൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചു. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിനെ കാണുന്നത് പോലെ. അല്ലാഹുവിനെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും നിങ്ങളെ അല്ലാഹു കാണുന്നുണ്ട്. ആ വിധത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് ഉത്തരം പറഞ്ഞതായി ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉപദേശം നൽകുമ്പോൾ നൽകിയ ഒരു ഉപദേശമാണ് വഖദ്ദിം ഹുസ്നൻ നിയ്യ. നിയ്യത്ത് നന്നാക്കണം. ഏത് വിഷയത്തിലും അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. എപ്പോഴും സത്യത്തെ ഉപയോഗപ്പെടുത്തുന്ന ആളായിരിക്കണം. നമ്മൾ സാദിഖീങ്ങളിൽ ഉൾപ്പെടണം, സത്യം പറയുന്നവരിൽ ഉൾപ്പെടണം, സത്യം ഉൾക്കൊള്ളുന്നവരിൽ ഉൾപ്പെടണം, സത്യവാന്മാരായി ജീവിക്കണം. വത്രഹിൽ കിബ്റ ജാനിബൻ, അത് ഈ അഹങ്കാരം ഒരു ഭാഗത്ത് വലിച്ചെറിയണം. വഇയ്യാക വൽ ഗദർ, നീ വളരെ സൂക്ഷിക്കണം, ആരെയും ചതിക്കാൻ പാടില്ല. വൈൻ ഗദറൂബിക, നിന്നെ ഇങ്ങോട്ടൊരാൾ ഒരു കൂട്ടർ ചതിച്ചാലും അങ്ങോട്ട് ചതിക്കാൻ പാടില്ല. വഅദ്ദിൽ അമാനത വൈൻ ഖാനൂക, അവരിങ്ങോട്ട് നിന്നെ ചതിച്ചാലും വഞ്ചിച്ചാലും നീ വിശ്വാസ്യത നിലനിർത്തി ഉത്തരവാദിത്വം നിർവഹിച്ച് ജീവിക്കണം. വതമസ്സക ബിൽ വഫാ, വാക്ക് പാലിച്ചുകൊണ്ട് ജീവിക്കണം. വഅതസിം ബിത്തഖ്വാ, തഖ്വ മുറുകെ പിടിക്കണം. സുഹൃത്തുക്കളെ, നമ്മളെല്ലാം അല്ലാഹുവിന്റെ പാവപ്പെട്ട അടിമകളാണ്. ആ അടിമകളായ നമുക്ക് ഈ ഭൂമിയിലുള്ള ജീവിതം വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ്. യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ലഹിയൽ ഹയവാൻ എന്ന് ഖുർആൻ പറഞ്ഞ ജീവിതം അത് പാരത്രിക ലോകത്താണ്. ഇവിടെ ഈ ലോകത്ത് ചെറിയ കാലം ജീവിക്കുന്ന മനുഷ്യന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ലോകസട്ടാവായ അല്ലാഹു നമുക്കൊരുക്കി തന്നിട്ടുണ്ട്. വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, എന്തെല്ലാം വെള്ളങ്ങളുണ്ട്, എന്തെല്ലാം ഭക്ഷണങ്ങളുണ്ട്, എത്ര തരം ഫ്രൂട്ട്സുകളുണ്ട്, എത്ര തരം ധാന്യങ്ങളുണ്ട്, എന്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. ആ റബ്ബ് നമുക്ക് വല്ലപ്പോഴും വല്ല രോഗവും വന്നാൽ അതിനാവശ്യമായ മരുന്നുകളും ഒരുക്കി തന്നിട്ടുണ്ട്. ആ റബ്ബ് നമുക്ക് കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും നടക്കാനുള്ള കാലും പിടിക്കാനുള്ള കൈയും അതേ സംസാരിക്കാനുള്ള നാവും എല്ലാം റബ്ബ് നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ നമ്മുടെ കൈക്ക് നഖവും രോമവുമൊക്കെ പ്രസവിച്ച് വരുമ്പോൾ തന്നെ സൃഷ്ടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വായിൽ പല്ല് അല്ലാഹു തആല സൃഷ്ടിച്ചു തന്നിരുന്നില്ല. കാരണം ആ പല്ലുണ്ടായാൽ നമ്മുടെ ജീവിതത്തിന് അപകടമാണ് എന്ന് റബ്ബിനറിയാം. പ്രസവിച്ച ഉടനെ ഉമ്മയുടെ സ്തനങ്ങളിലാണ് നമ്മുടെ ഭക്ഷണമുള്ളത്. ആ ഭക്ഷണത്തിന് വേണ്ടി ഉമ്മയുടെ സ്തനങ്ങൾ വായിലിട്ട കുട്ടി പല്ലുണ്ടെങ്കിൽ കടിക്കും, കടിച്ചാൽ പിന്നീട് അവന്റെ ഭക്ഷണം തന്നെ മുടങ്ങും. അതുകൊണ്ട് അപ്പോൾ അല്ലാഹു തആല നമ്മുടെ വായിൽ പല്ല് തന്നിട്ടില്ല. പിന്നീടാണ് ആവശ്യത്തിനനുസരിച്ച് ആവശ്യമുള്ള വിധത്തിലുള്ള പല്ലുകൾ
തന്നത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മൂക്കിലെപ്പോഴും ചെറിയ ഒരു നനവ് തന്നിട്ടുണ്ട്. ശ്വസിക്കുന്ന വായുവിലൂടെ കടന്നു പോകുന്ന അനാവശ്യ വസ്തുക്കളെ തടഞ്ഞു നിർത്തി നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തിച്ചേരാതെ പ്രൊട്ടക്ഷൻ നൽകാനാണ് അത് നൽകിയിട്ടുള്ളത്. നമ്മുടെ തലയിൽ അല്ലാഹു തആല രോമം തന്നിട്ടുണ്ട്. ആ രോമം നമ്മൾ വെട്ടിക്കളഞ്ഞാൽ മേൽപോട്ടേക്ക് വീണ്ടും പൊങ്ങി ഉയരുന്നത് നമുക്ക് കാണാം. പക്ഷേ മൂക്കിലെ രോമം വെട്ടിയാൽ അത് മേൽപോട്ട് പൊങ്ങൂല, അത് താഴോട്ടേക്ക് മാത്രമേ വരുള്ളൂ. മേൽപോട്ടേക്ക് പോയാൽ പിന്നെ നമുക്ക് തുമ്മിയിട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് റബ്ബിനറിയാം. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. സൃഷ്ടിച്ച റബ്ബ്, സൃഷ്ടാവായ പടച്ചവൻ, അവനറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. അവനെല്ലാം അറിയുന്നവൻ, വിശാലമായി അറിയുന്നവൻ, ആവശ്യമുള്ളതെല്ലാം നൽകിയവൻ. ആ റബ്ബ് ഈ പാവപ്പെട്ട എനിക്ക് ഹാർട്ട് തന്നിട്ടുണ്ട്, ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല. എനിക്ക് കരള് തന്നിട്ടുണ്ട്, ആ കരള് ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല. എനിക്ക് എൻ്റെ റബ്ബ് കിഡ്നി തന്നിട്ടുണ്ട്, ഞാനത് ചോദിച്ചു വാങ്ങിയതല്ല. എനിക്ക് അല്ലാഹു ബ്രെയിൻ തന്നിട്ടുണ്ട്, ഞാനത് ചോദിച്ചു വാങ്ങിയതല്ല. എൻ്റെ ശരീരത്തിലുള്ളതൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ട് തന്നതല്ല. എൻ്റെ റബ്ബിനറിയാം എൻ്റെ ജീവിതത്തിന് എന്തെല്ലാം വേണമെന്ന്, എനിക്ക് എന്തെല്ലാം ആവശ്യമുണ്ടെന്ന്. അങ്ങനെ ആവശ്യമുള്ളതെല്ലാം തന്ന് എന്നെ സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബ് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് റബ്ബിന് നന്ദി ചെയ്ത് ജീവിക്കണമെന്നത്. അനിഷ്കുർലി വലിവാലിദൈ, നന്ദി ചെയ്യണം എന്നത് റബ്ബിന്റെ കൽപ്പനയാണ്. ഓ സുഹൃത്തുക്കളെ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു, വലഖദ് ആതീനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ നന്ദി ചെയ്യണം. അതാണ് വലിയ ജ്ഞാനമായി ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു നൽകിയതെന്ന് സൂറത്തുൽ ലുഖ്മാൻ പറഞ്ഞില്ലേ? അനിഷ്കുർ ലില്ലാഹ് വമൻ യസ്കുർ ഫഇന്നമാ യസ്കുലു ലിനഫ്സി. ആരെങ്കിലും നന്ദിയുള്ളവരായി ജീവിച്ചാൽ അതുകൊണ്ട് യജമാനനായ റബ്ബിനൊന്നും കിട്ടാനില്ല, അവനൊന്നിന്റെയും ആവശ്യമില്ല. അവൻ നന്ദി കാണിക്കുന്നത് അവന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടിയാണ്. വല്ലവനും നന്ദി കേട് ചെയ്താൽ അല്ലാഹു ആരിലേക്കും ഒരാവശ്യവുമില്ലാത്തവനാണ്. ആ റബ്ബിനെ സ്നേഹിക്കണം. ആ റബ്ബിനെ സ്നേഹിക്കുന്നവനാണ് മുഅ്മിൻ. അതേ, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഏറ്റവും വലിയ സ്നേഹം അല്ലാഹുവിന് നൽകുന്നവനാണ് മുഅ്മിൻ. അല്ലാഹുവിനെ സ്നേഹിക്കുമ്പോൾ അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂടെ തന്നെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മധുരമെത്തിക്കാൻ മൂന്ന് കാര്യം. അതിലൊന്നാമത്തേത് അൻയകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അൻയകൂനല്ലാഹു സുമ്മ റസൂലുഹു എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുതഅല്ലിമീങ്ങൾക്കറിയാം അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അൻയകൂനല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും ആയിരിക്കണം. അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, മറ്റുള്ള എല്ലാവരെക്കാളും സ്നേഹിക്കുന്നവർ അല്ലാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിരിക്കണം. ആ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന് അല്ലാഹു വരച്ചു കാണിച്ചു തന്ന ചിട്ടകളും മര്യാദകളും വേണം. ജീവിതത്തിൽ എന്താണ് വിശ്വസിക്കാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്താണോ ഓരോ വിഷയത്തിലും തീരുമാനം പറഞ്ഞു തന്നത്, ആ തീരുമാനം അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മളൊരു മുഅ്മിനാകുന്നത്, അപ്പോഴാണ് നമ്മൾ സാദിഖീങ്ങളിൽ പെടുന്നത്, അപ്പോഴാണ് നമ്മൾ മുത്തഖീങ്ങളിൽ പെടുന്നത്. സ്വർഗം തയ്യാർ, ഉഇദ്ദത്തുൽ മുത്തഖീൻ, സ്വർഗം തയ്യാർ. അല്ലാഹു പറഞ്ഞു അതാർക്ക്? എല്ലാവർക്കുമല്ല, ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സ്വർഗം തയ്യാർ. ഈ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ ഏറ്റവും ഉപരിയായി ഉണ്ടാകേണ്ടത് ഉറച്ച ഈമാനാണ്. ഈമാനില്ലെങ്കിൽ പിന്നെ
പിന്നെ യാതൊന്നുകൊണ്ടും ഒരു പ്രയോജനവും മനുഷ്യന് ലഭിക്കുകയില്ല. അഅ്മാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹു ലംആനു മആ. ഖുർആൻ പറഞ്ഞില്ലേ, നല്ല നെട്ടുച്ച വെയിലത്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദീർഘമായ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ആ സമയത്ത് വളരെ ദൂരെ നമുക്ക് മരീചിക കാണാൻ കഴിയും. അഥവാ വെള്ളമിങ്ങനെ മറിയുന്നതായി നമുക്ക് തോന്നും. പക്ഷേ അവിടെ ചെന്ന് നോക്കിയാൽ വെള്ളമുണ്ടാവില്ല. ഇതേപോലെ ഈമാനില്ലാത്തവന്റെ പ്രവർത്തനം മരീചിക മാത്രമാണ്. ഏത് പ്രവർത്തനമാണെങ്കിലും ശരി, എന്ത് പ്രവർത്തനമാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ അടുക്കൽ ഫലം ചെയ്യൂല. ആദ്യമായി മനുഷ്യൻ ആർജിക്കേണ്ടത് ഈമാനാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതേ വഫസ്സിറൽ ഈമാനു ബിതസ്ദീഖി വന്നുത്ഖു ഫീഹിൽ ഖൽഫു ബിത്തഹ്ഖീഖി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതായി അനിഷേധ്യമായി അറിയപ്പെട്ട വിഷയം, ആ കാര്യങ്ങളെ മനസ്സിലുറപ്പിച്ച് അംഗീകരിക്കണം, മനസ്സിലുറപ്പിക്കണം. അങ്ങനെ മനസ്സിലുറപ്പിച്ച് സത്യമാക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ജല്ല ജലാലുഹു അവനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി നമുക്ക് പഠിപ്പിച്ചു തന്നതല്ലേ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഏകനാണ്, അവൻ ആരിലേക്കും ആശ്രയമില്ലാത്തവനാണ്, അവനിലേക്ക് ആശ്രയിക്കാത്ത ഒന്നും തന്നെ ലോകത്തില്ല. അല്ലാഹുസ് സമദ്. ഏത് മലക്കാണെങ്കിലും, ഏത് നബിയാണെങ്കിലും, ഏത് വലിയാണെങ്കിലും, ഏത് സാധാരണക്കാരനാണെങ്കിലും, ഏത് പണക്കാരനാണെങ്കിലും, ഏത് പാമരനാണെങ്കിലും, ഏത് പാവപ്പെട്ടവനാണെങ്കിലും, ഏത് മനുഷ്യനാണെങ്കിലും, ഏത് ജിന്നുകളാണെങ്കിലും, ഏത് സസ്യങ്ങളോ മത്സ്യങ്ങളോ ആയാലും, ഏത് മൃഗങ്ങളോ വന്യമൃഗങ്ങളോ ആയാലും, ഏത് സൃഷ്ടികൾ ആകാശത്തോ ഭൂമിയിലോ എവിടെ ആരുണ്ടെങ്കിലും അല്ലാഹു സമദ്, അല്ലാഹുവിലേക്ക് ആശ്രയമില്ലാത്ത ഒരു സൃഷ്ടിയും ഇല്ല. ലോകത്ത് ഏറ്റവും വലിയ സ്ഥാനം ലഭിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം. ഇന്നമാന ഖാസിമുൻ വല്ലാഹു യുതി. ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ്. എന്ത് വിതരണം ചെയ്യുന്നു എന്ന് ഹദീസിൽ പറഞ്ഞിട്ടില്ല. കാരണം എല്ലാ നന്മയുടെയും വിതരണം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. സുഹൃത്തുക്കളെ, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും എല്ലാം കൊടുക്കുന്ന രാജാവ്, കൊടുത്തിട്ടുള്ള രാജാവ്, അതാത് സമയങ്ങളിൽ സർവ്വ സൃഷ്ടികൾക്കും കൊടുക്കുന്ന രാജാവ് അവനാണല്ലോ അല്ലാഹ്. നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിച്ചു വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ഏത് നന്മയുണ്ടോ തിന്മയുണ്ടോ അത് മുഴുവനും അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന ഈമാനാണ്. പലരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. എന്നിട്ടോ സുബ്ഹാനല്ലാഹ്, മഹാന്മാരായ സഹാബികൾ മുതൽക്ക് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ മുതൽക്ക് ലോകത്ത് കഴിഞ്ഞു പോയ ലക്ഷക്കണക്കായ ഔലിയാക്കൾ, അരിഫീങ്ങൾ, സാലിഹീങ്ങൾ, ഇമാമിങ്ങളെയൊക്കെ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളായി ചിത്രീകരിച്ച് സ്വന്തം ഈമാൻ കളയുന്നവരുണ്ട്. സ്വന്തമായി സ്വർഗത്തിന് പകരം നരകം വിലക്ക് വാങ്ങുന്നവരുണ്ട്. റബ്ബേ, അവരിൽ പലരും ഞങ്ങളെ സഹോദരന്മാരാണ്, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരാണ്, ഞങ്ങളെ നാട്ടിലുള്ളവരാണ്. അവർക്കെല്ലാം സന്മാർഗത്തിന്റെ വെളിച്ചം കാണിച്ച് അവരെയും കൂടി നീ സന്മാർഗത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. റബ്ബിനോട് നാം പ്രാർത്ഥിക്കുക,
പ്രാർത്ഥിക്കുകയാണ്. നമുക്കാരോടും വൈരാഗ്യമല്ല, ആരോടും പകയല്ല, മറിച്ച് സഹതാപമുണ്ട്, വേദനയുണ്ട്. സുഹൃത്തുക്കളെ, കഴിഞ്ഞുപോയ സഹാബികൾ മുതൽക്ക് ഇന്ന് വരെയുള്ള മുസ്ലിം ഉമ്മത്ത് മുഴുവനും ശിർക്ക് ചെയ്തവരാണ്, മുശ്രിക്കീങ്ങളാണ്, അവിശ്വാസികളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ് എന്ന് വാദിക്കുന്ന പുത്തനാശയക്കാർ അവർ പല വിധത്തിലും പല രൂപത്തിലും ജനങ്ങളെ ഈമാൻ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന മനുഷ്യരോട് പറയട്ടെ, നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മദ്രസകളിൽ 1ാം ക്ലാസ് മുതൽ അതേ പഠിപ്പിക്കുന്ന വിശ്വാസമല്ലേ വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹ്. ഏത് നന്മയും ഏത് തിന്മയും മിനല്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്നാണ്. ചിലരിപ്പോ ഇങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി ചില ആളുകളുടെ പ്രസംഗത്തിന്റെ ക്ലിപ്പുകൾ അതിന്റെ അപ്പുറം തട്ടി ഇപ്പുറം മുട്ടി എന്നിട്ട് ചില ഭാഗങ്ങൾ എടുത്തു വെച്ച് എന്നിട്ട് സുബ്ഹാനല്ലാഹ് അവരുദ്ദേശിച്ചതല്ലാത്ത അർത്ഥം അവരവരുടെ വകയിൽ കൊടുത്ത് എന്നിട്ട് ചില ക്ലിപ്പുകൾ കേൾപ്പിച്ച് ജനങ്ങളെ ഈമാൻ കളയാൻ വേണ്ടി ശ്രമിക്കുന്ന പലരുമുണ്ട്. അല്ലാഹു തആല അവരുടെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വിശ്വാസം നമ്മൾ 1ാം ക്ലാസ്സിലെ പഠിച്ചതാണ്. വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹ്. എല്ലാ ഖൈറും ശർറും അല്ലാഹുവിങ്കിൽ നിന്നാണ്. അതുകൊണ്ടാണ് നാം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നിർവഹിക്കുന്നു. ഒരിക്കലും പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നില്ല, ആരാധിക്കുകയില്ല. ആരാധിക്കുകയാണെങ്കിൽ അവർ ഒരിക്കലും തന്നെ മുസ്ലിമും അല്ല. അല്ലാഹുവിന് മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിച്ച് ധാരാളം തവണ ദിനേന പ്രഖ്യാപിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. അബൂജഹലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള തർക്കം എന്തായിരുന്നു? അബൂജഹലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തമ്മിലുള്ള തർക്കം എന്തായിരുന്നു? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ മുണ്ടിട്ട് 2 ഭാഗം ചുരുട്ടി, അങ്ങനെ മുണ്ടിട്ട് മുറുക്കിയിട്ട് 2 ഭാഗവും പിടിച്ചിങ്ങനെ മുറുക്കുകയാണ്. അങ്ങനെ നബി തങ്ങൾ കഴുത്തി ജരിച്ച് കൊല്ലാൻ നോക്കുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ആ അക്രമിയെ തട്ടി മാറ്റിയിട്ട് പറഞ്ഞ വാചകം എന്താണ്? അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ സംരക്ഷകൻ, എന്നെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നവൻ, എന്റെ സംരക്ഷകൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ? എന്തായിരുന്നു അബൂജഹലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള തർക്കം? റബ്ബി അല്ലാഹ് എന്ന് പറഞ്ഞത് അബൂജഹലിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ചിലരുണ്ട്, നാദാപുരത്ത് വന്നിട്ട് കുറച്ചു കാലം പാട്ടുപാടിയ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഇങ്ങനെ പാട്ട് അവിടെ ഇവിടെയും പോയി പാടുന്നുണ്ട് എന്നാണ് മനസ്സിലായത്. ഞാൻ ഒറ്റ വാക്കിൽ പറയാണ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവാണ് റബ്ബ് എന്നത് അംഗീകരിച്ച് വിശ്വസിച്ച് അതനുസരിച്ച് നീങ്ങിയവരായിരുന്നു അബൂജഹൽ എന്നല്ലേ അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹം പഠിപ്പിച്ചത്? യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിലുള്ള വിഷയം എന്താണ്? റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരു വ്യക്തിയെ കൊല്ലുകയാണോ എന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്. ധാരാളമായി ഖുർആനിൽ തന്നെ നമുക്ക് ആ വിഷയം കാണാൻ കഴിയും. ഇങ്ങനെ ധാരാളം ആയത്തുകൾ തന്നെ നമുക്ക് ആ വിഷയത്തിൽ കാണാൻ കഴിയും. ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശ്വസിക്കുന്നത് എന്താണ്? അല്ലാഹു അല്ലാതെ റബ്ബില്ല, അല്ലാഹു അല്ലാതെ റബ്ബില്ല എന്ന് പറയുമ്പോ ചിലപ്പോൾ ചില വാചകങ്ങൾ ഖുർആനിലുണ്ടാകും, ചിലപ്പോൾ ഹദീസിലുണ്ടാകും, ജനങ്ങളുടെ വാചകത്തിലുണ്ടാകും. ഉദാഹരണത്തിന് റബ്ബുൽ മാല്, റബ്ബുൽ മാല്, അങ്ങനെ ഹദീസിലും അതുപോലെ നബി സല്ലല്ലാഹുവിന്റെ വാചകത്തിൽ തന്നെയും ചിലപ്പോൾ ഉണ്ടാകും. റബ്ബുൻ നാഖത്ത്, ഒട്ടകത്തിന്റെ റബ്ബ്, അങ്ങനെ ചിലപ്പോൾ ഒട്ടകത്തിന്റെ ഉടമസ്ഥനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടാവും.
അതുപോലെ സാമ്പത്തിക ശേഷിയുള്ള ആളെ സംബന്ധിച്ച് അദ്ദേഹം ധനത്തിന്റെ മുതലാളി എന്ന നിലക്ക് റബ്ബുൽ മാല് എന്ന് പറയും. ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആനിൽ തന്നെയും റബ്ബിനെ സംബന്ധിച്ചു പറയാൻ മറന്നുപോയി എന്ന് പറയുന്ന ഒരു വാചകം സൂറത്ത് യൂസുഫിലുണ്ട്. അത് അദ്ദേഹത്തിന്റെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ യജമാനനായി ജയിലിലുള്ള സമയത്ത് ഉണ്ടായിരുന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞതാണ്. അങ്ങനെ ചില സ്ഥലങ്ങളിലുണ്ട് അവിടെ അർത്ഥം റബ്ബ് എന്നതിന് നേരത്തെ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞ അർത്ഥത്തിലല്ല അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ വാചകം എടുത്തുദ്ധരിച്ചിട്ട് ഒരാൾ അല്ലാഹു അല്ലാതെ റബ്ബുണ്ടെന്ന് പറഞ്ഞാലോ ആ പറയുന്നത് ഭീമാബദ്ധമാണ്. റബ്ബുൽ ആലമീൻ അല്ലാഹു മാത്രമാണ്. ആ പറഞ്ഞത് വേറെ അർത്ഥത്തിലാണ്. ഏതുപോലെ പരിശുദ്ധ ഖുർആനിൽ തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുണ്ട്. അവിടെ ഖാലിഖുകൾ എന്നാണല്ലോ അതിന്റെ അർത്ഥം. അത് വെച്ചിട്ട് അല്ലാഹു അല്ലാതെ പടച്ചവനുണ്ട് എന്ന് വാദിച്ചാൽ ആ വാദം ഭീമമായ തെറ്റാണ്. ഇതേപോലെ സുഹൃത്തുക്കളെ, നമുക്ക് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നി അഖ്ലുഖു ലക്കും മിനത്ത്-തീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്, ഞാൻ കളിമണ്ണ് കൊണ്ട് പക്ഷിയെ പടച്ചുണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കുന്നത് പോലെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുമെന്ന അർത്ഥത്തിലല്ല, രൂപപ്പെടുത്തും എന്ന അർത്ഥത്തിലാണ്. ഇങ്ങനെ ഒരേ വാചകം തന്നെ വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ, തൗഹീദിന് വിരുദ്ധമല്ലാത്ത അർത്ഥങ്ങളിൽ ചിലപ്പോൾ ചില വാചകങ്ങൾ ഉപയോഗിക്കും. ആ വാചകങ്ങൾ ഉപയോഗിച്ച ഏതെങ്കിലും കക്ഷികളുടെ സംസാരങ്ങളെ എടുത്ത് അതിനെ കോട്ടിമാറ്റി എന്നിട്ട് എല്ലാ സുന്നികളും അതാ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുശ്രിക്കുകളായി പോയി, അതുപോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് വിധിച്ച് സ്വന്തം ഈമാൻ നഷ്ടപ്പെടുത്തുന്നവരോട് അങ്ങേയറ്റത്തെ സഹതാപമുണ്ട്. ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു എന്നുറക്കെ പ്രഖ്യാപിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. സുബ്ഹാനല്ലാഹ്. പക്ഷേ അവർ പലതിനെയും ആദരിക്കുന്നുണ്ട്. കഅബ ശരീഫ് പോയി ചുറ്റുന്നുണ്ട്. അത് കഅബയെ ആരാധിക്കുന്നതല്ല. കഅബയുടെ മൂലയിൽ വെച്ച ഹജറുൽ അസ്വദ് എന്ന കല്ല് ചുംബിക്കുന്നുണ്ട്. അത് കല്ലിനെ ആരാധിക്കുന്നതല്ല. ചുംബിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തൊട്ടുമണക്കുന്നുണ്ട്. അത് കല്ലിനെ ആരാധിക്കൽ അല്ല. ആ കല്ല് തൊട്ടുമണക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൈകൊണ്ട് ചൂണ്ടിയിട്ട് കൈമണക്കുന്നുണ്ട്. അത് കല്ലിനെ പൂജിക്കലല്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മുസ്ലിമാണ് ഈ കാര്യം നിർവഹിക്കുന്നത്. അപ്പോൾ ആരാധനയുടെ ഉദ്ദേശത്തിലേ അല്ല, ആദരവിന്റെ ഉദ്ദേശത്തിൽ മാത്രമാണ് മുസ്ലിമായ മനുഷ്യനെ കാര്യങ്ങൾ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ അള്ളാഹുവിനെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നുണ്ട്. ആ ഖിയാമ് അള്ളാഹുവിന് ആരാധനയാണ്. ബാപ്പ വരുമ്പോൾ ഉമ്മ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അതവർക്ക് ആരാധനയല്ല, അതവർക്ക് ആദരവാണ്. ഈ ആദരവും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാതെ ഒരു വലിയ സമൂഹത്തെ, മുഖ്യധാരാ മുസ്ലിമീങ്ങളെ മുഴുവനും ഇസ്ലാമിന്റെ പുറത്തേക്കാക്കി തള്ളിയിട്ട് മുസ്ലിമീങ്ങളെ മുഴുവനും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരായി പ്രഖ്യാപിച്ച് സ്വന്തം ഈമാൻ കളിയുന്നവർ നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം 5000-ഓളം മലക്കുകളെ പറഞ്ഞയച്ചുകൊണ്ട് അല്ലാഹു തആല ബദരീങ്ങളെ സഹായിച്ചു. ബദറിൽ സഹായം നൽകി. ഖുർആൻ തന്നെ അത് പറഞ്ഞു. എന്നിട്ട് റബ്ബ് തന്നെ പറഞ്ഞു, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, സഹായം അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. ഇവിടെ ഖുർആൻ തന്നെ മലക്കുകളെ പറഞ്ഞയച്ച് സഹായിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഖുർആൻ തന്നെ പറഞ്ഞു സഹായം അല്ലാഹുവിൽ നിന്നാണ്. കാരണം ഇവിടെ ഏത് മലക്കുകൾ മുഖേന എന്ത് സഹായം കിട്ടിയാലും, ഏത് നബി മുഖേന കിട്ടിയാലും, ഏത് വലിയ മുഖേന കിട്ടിയാലും, ഏത് ഡോക്ടർ മുഖേന കിട്ടിയാലും, ഏത് എഞ്ചിനീയർ മുഖേന കിട്ടിയാലും, ഏത് ജഡ്ജി മുഖേന കിട്ടിയാലും, ഏത് വക്കീൽ മുഖേന കിട്ടിയാലും, ഏത് രാജാവ് മുഖേന കിട്ടിയാലും, ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ മുഖേന കിട്ടിയാലും, ഏത് പണക്കാരൻ മുഖേന സഹായം കിട്ടിയാലും, ഏത് ആരോഗ്യമുള്ളവൻ മുഖേന കിട്ടിയാലും, ആര് മുഖേന എന്ത് സഹായം കിട്ടിയാലും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, സഹായം മുഴുവനും അല്ലാഹുവിൽ നിന്നാണ്. ആ അല്ലാഹുവിന്റെ സഹായത്തിന് അവൻ നിമിത്തങ്ങളായി പലതിനെയും സൃഷ്ടിച്ചിട്ടുണ്ട്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ് വകാന അല്ലാഹു അലീമൻ ഹകീമാ. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ് വകാന അല്ലാഹു അസീസൻ ഹകീമാ.
രണ്ട് വിധത്തിലും ഖുർആനിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ആകാശങ്ങളിൽ സൈന്യങ്ങളുണ്ടെന്ന് പറയുന്നു, ഭൂമിയിൽ സൈന്യങ്ങളുണ്ടെന്ന് പറയുന്നു. അല്ലാഹുവിന് ആവശ്യമുണ്ടായിട്ടല്ല, മറിച്ച് അവന്റെ തീരുമാനമാണ്. അവന്റെ സൈന്യം മുഖേന സഹായം നൽകുക എന്നത് അവന്റെ തീരുമാനമാണ്. ആ സഹായമല്ലേ മലക്കുകളാകുന്ന സൈന്യം മുഖേന ബദറിൽ വെച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയത്. അപ്പൊ റബ്ബിന്റെ സഹായം അവന്റെ സൈന്യങ്ങൾ മുഖേന ലഭിക്കുന്നുണ്ട്. അതിൽ അൽ അർവാഹു ജുനൂദും മുജന്നദാ, ആത്മാക്കൾ സൈന്യങ്ങളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സൈന്യങ്ങൾ മുഖേന അള്ളാഹുവിന്റെ സഹായം ലഭിക്കുമെന്ന് വിശ്വസിച്ചതിനാൽ ഒരു വിഭാഗത്തെ മുഴുവനും ഇസ്ലാം എന്ന് പുറത്താക്കി. എന്നിട്ട് അതിന്റെ പേരിൽ എല്ലാ മഹാന്മാരെയും ഇകഴ്ത്തി. എത്രത്തോളം! സുബ്ഹാനല്ലാഹ്. ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം 987 ജനുവരിയിൽ അവരെഴുതി വെച്ചു, പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരുടെ മൃതശരീരം മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ അത് പിന്നെ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. ജീർണിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക്, വെളിയിലിരുന്ന് ജീർണിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണല്ലോ മറമാടപ്പെടുന്നത്. പ്രവാചകന്മാരുടെ മൃതശരീരങ്ങൾ ജീർണിക്കുകയില്ലെങ്കിൽ അവ മറമാടേണ്ട ആവശ്യം എന്താണ്? ഇങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമി അമ്പിയാക്കളെ സംബന്ധിച്ച് നിസ്സാരപ്പെടുത്തി എഴുതിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്ന് സംസാരിക്കുന്നില്ല. ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സാധനം അത് വല്ലാത്ത ഒരു ചതിയാണ്. അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ചതിയാണ്. എന്റെ കുട്ടിക്കാലത്തൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസംഗം ശ്രദ്ധിച്ചാൽ കേൾക്കാറുണ്ട്. അവരന്ന് പറയൽ എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഇവിടെ നമ്മൾക്ക് കൈ എവിടെയാണ് കെട്ടേണ്ടത് എന്നാണ് നമ്മൾ തർക്കിക്കുന്നത്. നമുക്ക് കൈ തന്നെ വേണമെന്നൊരു കൂട്ടർ ആലോചിക്കുന്നുണ്ട് എന്നാണ്. വേറൊരു സമയത്ത് അവർ പ്രസംഗിക്കാറ് അഫ്ഗാനിസ്ഥാനിൽ ഭയങ്കര പ്രശ്നമാണ്, കാശ്മീരിൽ ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെ പല സ്ഥലത്തും പ്രശ്നമാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ചോദിക്കട്ടെ, അഫ്ഗാനിസ്ഥാനിൽ വലിയ പ്രശ്നം, കാശ്മീരിൽ വലിയ പ്രശ്നം, ഇപ്പോൾ ഫലസ്തീനിൽ വലിയ പ്രശ്നം, അതിന് അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം മണ്ണിൽ ജീർണിച്ച് നശിച്ചുപോയി എന്ന് പറയണോ അതിന് പരിഹാരം ഉണ്ടാകാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ജീർണിച്ച് നശിച്ചു എന്ന് പറഞ്ഞിട്ട് വേണോ സമുദായത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ? ഇതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മുഹമ്മദ് നബി നമ്മെപ്പോലുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു എന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാർ എഴുതിയില്ലേ? ഞാൻ ചോദിക്കുന്നു, മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യരാണെന്ന് വിശ്വസിക്കൽ ആവശ്യമുണ്ടോ? മറിച്ച് അങ്ങനെ വിശ്വസിക്കുന്നതോടുകൂടി നഷ്ടപ്പെടുന്നത് എന്താണ്? നഷ്ടപ്പെടുന്നത് ഈമാനാണ്. ആദ്യം ഉറപ്പിച്ചോളണം, നമ്മുടെ സംഘടനയുടെ ശക്തി കൊണ്ടോ, നമ്മളുടെ കൂട്ടായ്മ കൊണ്ടോ, നമ്മുടെ പ്രവർത്തനം കൊണ്ടോ ഒന്നും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. വിജയിക്കണമെങ്കിൽ സഹായം അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. അല്ലാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ അല്ലാഹു വെച്ച നിബന്ധനയുണ്ട്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഔന്നത്യം അല്ലാഹുവിനാണ്, വലിറസൂലിഹി അല്ലാഹുവിന്റെ റസൂലിനാണ്, വലിൽ മുഅ്മിനീൻ ഈമാനുള്ളവർക്കാണ്. ജനങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ഈമാൻ പൂർണ്ണമായി നശിപ്പിച്ചിട്ട് ഇവിടെ ശക്തി പകരാം, ശക്തി ഉണ്ടാക്കാം, ഒന്നിച്ചു നിൽക്കാം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ സഹോദരന്മാരെ? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. അല്ലാഹുവിന്റെ ഖുർആൻ സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. റബ്ബ് പറഞ്ഞാൽ അത് സത്യമാണെന്നതിന് തെളിവ് വേണ്ടല്ലോ. എന്നിട്ടും റബ്ബ് സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഫലാ വറബ്ബിക, അങ്ങയുടെ റബ്ബിനെ തന്നെ സത്യം ഓ നബിയേ. ലാ യുഅ്മിനൂൻ, അവർ ഈമാനുള്ളവരാകൂല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ എന്താണോ തർക്കമുള്ളത്, എന്താണോ പ്രശ്നമുള്ളത്, ആ വിഷയത്തിൽ അങ്ങയുടെ തീരുമാനം അംഗീകരിക്കാതെ ഒരാളും മുഅ്മിനാകൂല
എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ സഹോദരിമാർ അവർ സ്വർഗത്തിൽ കടക്കണമെന്ന് നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ആഗ്രഹിക്കുന്നു. എൻ്റെ ഭാര്യ സ്വർഗത്തിലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മഹാനായ സുൽത്താനുൽ മക്കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, അവിടുത്തെ ഭാര്യയും പെൺമക്കളുമൊക്കെ സ്വർഗത്തിലാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് കഴിഞ്ഞുപോയ കണ്യത്ത് ഉസ്താദ് അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അതിനു മുമ്പ് കഴിഞ്ഞുപോയ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അത് ആഗ്രഹിച്ചിരുന്നു. അതിനു മുമ്പ് കഴിഞ്ഞുപോയ കുഞ്ഞഹമ്മദ് ഹാജി അത് ആഗ്രഹിച്ചിരുന്നു. അതിനു മുമ്പ് കഴിഞ്ഞുപോയ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാര് മുഴുവനും അവരവരുടെ ഭാര്യമാരും മക്കളുമൊക്കെ സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തും അത് തന്നെ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതേ അറിവില്ലാതെ അവിടുത്തെ ഒരു ഭാര്യ പള്ളിയിലേക്ക് സുബ്ഹിന്റെയും ഇശാഇന്റെയും ജമാഅത്തിന് പോയാൽ, ഇന്നത്തതുപോലെ ലൈറ്റൊന്നുമുള്ള കാലമല്ലല്ലോ, ഇരുട്ടിൽ പോയാൽ ആരും കാണുകയില്ലല്ലോ എന്ന് മനസ്സിലാക്കി സുബ്ഹിന്റെ ജമാഅത്തിന് അല്ലെങ്കിൽ ഇശാഇന്റെ ജമാഅത്തിന് പുറപ്പെട്ടപ്പോൾ വഴിയിൽ നിന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചയച്ചു എന്നല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ബിദായത്തു വന്നിഹായിൽ രേഖപ്പെടുത്തിയത് അത് തന്നെയല്ലേ. സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞ സുബൈർ റളിയല്ലാഹു അൻഹു അതേ പ്രവൃത്തി ചെയ്തതല്ലേ. അൽ-ഇസാബയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, വസുദുൽ ഖാബയിൽ കാണാൻ കഴിയുന്നത്. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ സഹാബത്ത് സ്ത്രീകൾ ഇരുട്ടിൽ തന്നെ ആരും കാണാതെ പള്ളിയിലേക്ക് പോകുമ്പോൾ തിരിച്ചയച്ചതല്ലേ ചരിത്രത്തിലുള്ളത്. ഖുലഫാഉർ റാഷിദീങ്ങൾ സ്ത്രീകളെ പള്ളിയിലേക്ക് ജുമുഅ ജമാഅത്തിന് പോകുമ്പോൾ തടഞ്ഞുവെന്നല്ലേ ബഹജത്തുൻ നുഫൂസിൽ അബൂ ജംറത്തുൽ ഉന്ദുലുസി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചത്. ഞാനിതെന്തിനു പറഞ്ഞു? ആ സഹാബത്തിന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആശയം അറിയാം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പള്ളിയിലെ നിസ്കാരത്തിന് വേണ്ടി പോകാൻ ഉമ്മു ഹമീദിന് സായിദി റളിയല്ലാഹു അൻഹാ സമ്മതം ചോദിച്ചപ്പോൾ സമ്മതം കൊടുത്തില്ലെന്ന് മാത്രമല്ല, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, നിങ്ങൾക്ക് അവരുടെ വീടാണ് ഖൈറെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. വീട്ടിന്റെ ഉള്ളാണ് നല്ലതെന്ന് പഠിപ്പിച്ചു. ഇത് ഹദീസിലുള്ളതാണ്. ഇനി പരിശുദ്ധ ഖുർആനോ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജുന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ വഅഖിംനസ് സ്വലാത്ത്, സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണം. അത്യാവശ്യത്തിനല്ലാതെ പുറത്തു പോകരുത്, അവരെ ഭംഗി പ്രകടിപ്പിക്കരുത്. അത് ജാഹിലിയത്തിന്റെ സ്വഭാവമാണ്. അവർ മുറക്ക് കൃത്യമായി നിസ്കാരം നിർവഹിക്കണം. ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സഹാബത്തിന്റെ കാലം മുതൽ സുബ്ഹാനല്ലാഹ്, ഞാൻ പറയട്ടെ, നിങ്ങളെ ഈ പ്രദേശത്തിന്റെ തൊട്ടടുത്ത് ഓതായിൽ പെണ്ണിനെ പള്ളിയിലേക്ക് തെളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങിയ കാലം വരെ മുസ്ലിമീങ്ങൾ അതാ പള്ളിയിൽ സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് പോകാറില്ല. നമ്മുടെ കേരളത്തിലും പോകാറില്ല. പക്ഷേ MCC അഹമ്മദ് മൗലവി മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പേരിൽ പുസ്തകം എഴുതിയപ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് ശരീരം മറക്കാതെ വെറും മുന്നും പിന്നും മറച്ചിട്ട് പള്ളിയിലേക്ക് പോകാം എന്ന് യാതൊരു മടിയുമില്ലാതെ എഴുതി വെക്കാൻ മാത്രം അദ്ദേഹത്തിന്റെ ഈമാൻ കളഞ്ഞു കുളിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതൊന്നും അവർക്കൊരു വിഷയമേ ആയില്ല. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യം പിന്നെ നബി തങ്ങൾ പഠിപ്പിച്ചതിൽ അത് അംഗീകരിക്കുമ്പോൾ മനസ്സിനൊരു വിമ്മിഷ്ടമുണ്ടാകാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മുഅ്മിനാവില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന വേറൊരു കൂട്ടർ ആണും പെണ്ണും ഒന്നിച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ പുരുഷൻ ഒരു ഇമാമും ബാക്കി ബേക്കൽ പെണ്ണുങ്ങളും. ഇതങ്ങനെയുമല്ല. ആണും
പെണ്ണും ഇടകലർന്നു നിന്നിട്ട് എന്തെല്ലാം കോപ്പിരാട്ടികളാണ് കാണിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഈ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടുള്ള പ്രവർത്തനം അതെന്തിന്റെ പേരിലാണെങ്കിൽ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനസികമായ ആരോഗ്യം തരുമോ, ശാരീരികമായ ആരോഗ്യം തരുമോ? അല്ലാഹു അല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനും ഉണ്ടോ? ആ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഇവിടെ എന്ത് നേടാനാണ്? ഇവിടെയാണ് നമ്മുടെ ഈമാൻ നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഇവിടെ എന്ത് നേടാനാണ്? വത്തിഫാഖി സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദിഅതി വമുഹാജറതിഹിം വഖതിഇ സുഹബതി മഅഹും. ഈ പുത്തനാശയക്കാരുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നത് സഹാബികൾക്കിടയിൽ തർക്കമില്ലാത്തതാണെന്ന്, അത് ഇമാമിങ്ങൾക്കിടയിൽ തർക്കമില്ലാത്തതാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എഴുതി രേഖപ്പെടുത്തി വെച്ചില്ലേ അവിടുത്തെ മുസ്തഫ എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ. ആ സഹാബത്തിനെ തള്ളിയിട്ട്, അതുപോലെ അയിമ്മത്തിനെ തള്ളിയിട്ട് എന്ത് മുസ്ലിമായി ജീവിക്കാനാണ് സഹോദരന്മാരെ? അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാ നമ്മുടെ മുത്തന്നൂർ തങ്ങൾ വരുന്നുണ്ട്, അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വരും. ഞാൻ നീട്ടുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ നമുക്ക് എന്നും സലാമത്താക്കി തരുമാറാകട്ടെ. ഇരുന്നോളൂ. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോടും മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അങ്ങനെ അതിന് അർത്ഥം പറയാം. അതേപോലെ മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയിൽ അതിനിങ്ങനെ ഒരു അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതെന്താണ്? വയ്യാക നസ്തഈൻ, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഞാൻ ഉസങ്കടി വാദപ്രതിവാദത്തിൽ ആ അർത്ഥമായിരുന്നു പറഞ്ഞു. അപ്പോഴാണ് ഒരു മൗലവി അതെന്താണ് ഒരു തന്നെ എന്ന് ചോദിച്ചത്. അവരുടെ പരിഭാഷയിൽ തന്നെ ഉള്ളതാണ്. ഇരിക്കട്ടെ, അല്ലാഹുവിനോട് തന്നെ സഹായം ചോദിക്കുന്നു. എങ്ങനെ? മൗലവി പറഞ്ഞ പോലെയല്ല, ചില കാര്യത്തിലല്ല, മറിച്ച് സർവ്വകാര്യത്തിലും. സർവ്വ വിഷയത്തിലും അല്ലാഹുവിനോട് തന്നെ സഹായം ചോദിക്കുന്നു. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അതിലൊന്നും രണ്ടുമില്ല. അതേപോലെ തന്നെ അസാധാരണവും സാധാരണയും ഇല്ല. എല്ലാ വിഷയത്തിലും അല്ലാഹുവിനോട് സഹായം ചോദിക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. പക്ഷേ സഹായത്തിന്റെ നിമിത്തങ്ങൾ എന്ന നിലക്ക് ഇപ്പൊ നിങ്ങളോട് തന്നെ ഇവിടെ ഈ മഹത്തായ സ്ഥാപനം നടത്തുമ്പോ നിങ്ങളെല്ലാവരും സാമ്പത്തികമായി സഹായിക്കണം എന്ന് പറയും. അള്ളാഹല്ലേ സഹായിക്കും, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് പറയുന്ന അർത്ഥമുണ്ടോ? സഹായിക്കാൻ അള്ളാഹു വെച്ച നിമിത്തമാണ് നിങ്ങൾ. ഇതേപോലെ തന്നെ എന്റെ ഡ്രൈവറെ വിളിച്ച് മോനെ വണ്ടി ഒന്ന് എടുക്കുക, എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ട് എന്ന് പറയും. അതെ, എന്നെ എത്തിക്കുന്നവൻ അല്ലാഹുവാണ്, ഡ്രൈവർ നിമിത്തമാണ്, വണ്ടി നിമിത്തമാണ്. ഇതുപോലെ സുബ്ഹാനല്ലാഹ് കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിട്ട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ വലിയ സഹായം ചെയ്തു. 50 നേരത്തെ നിസ്കാരം 5 ആക്കി ചുരുക്കുന്ന സഹായം മഹാനായ മൂസാ നബി അലൈഹി സ്വലാം മുഖേന ലഭിച്ചു. ഹേ പണ്ടങ്ങാനും അതേ വിട പറഞ്ഞു പോയ ആളല്ലേ, ഇനി എങ്ങനെ സഹായിക്കുക? യുക്തിവാദിയാണ്. ആ വാദം ഉന്നയിക്കുന്നവൻ യുക്തിവാദിയാണ്. അവൻ ഖുർആനും ഹദീസും പഠിക്കാത്തവനാണ്. പരിശുദ്ധ ഖുർആനിൽ ഫലാ തകും ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി, മൂസാ നബിയെ കണ്ടുമുട്ടിയത് സംശയിക്കണ്ട എന്ന് ഖുർആൻ പറഞ്ഞതാണ്. പക്ഷെ അത് യുക്തിവാദിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. യുക്തിവാദികളെ പിന്തുടരുന്ന പുത്തൻവാദിക്കും അംഗീകരിക്കാൻ കഴിയില്ല. അവർ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അമ്പിയാക്കളെ ശരീരം ജീർണിച്ചു നശിച്ചു എന്ന് പറയും. അത് ഈമാനല്ല, ഇസ്ലാമല്ല. ഒറ്റ വാക്കിൽ പറയുന്നു, നമ്മളെ മുൻഗാമികളായ മഹാന്മാര് പഠിപ്പിച്ചു തന്ന വഴി, നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് പഠിപ്പിച്ചു തന്ന വിശ്വാസം, അവര് പഠിപ്പിച്ചു തന്ന ആചാരം, അതിൽ നിന്ന് ആര് എന്തിന്റെ പേരിൽ നമ്മളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ അലൈഹാ വഅല്ലൂ അലൈഹാ ബിന്നവാ തമസ്സകൂ ബിഹാ വഅല്ലൂ അലൈഹാ ബിന്നവാജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളും സഹാബത്തും പഠിപ്പിച്ച ആശയം അത് മുറുകെ പിടിച്ച് ജീവിക്കണം, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. കാരണം അത് ചൊട്ടിത്തെറിപ്പിക്കാൻ പല വിധത്തിലും പല ശ്രമങ്ങളും നടക്കും. അതിലൊന്നും മുസ്ലിമീങ്ങൾ വിട്ടുപോകരുത്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം, നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങൾ പഠിപ്പിച്ച ആശയം, ഇമാമിങ്ങൾ പഠിപ്പിച്ച ആശയം,
സ്വഹാബത്ത് പഠിപ്പിച്ച ആശയം, ആ ആശയം മുറുകെ പിടിച്ച് ജീവിക്കണം. അള്ളാഹുവിന് കയ്യും കാലും ഉണ്ടെന്ന് പറയുന്ന ആശയം. സുബ്ഹാനല്ലാഹ്. നേരത്തെ നാദാപുരത്ത് പ്രസംഗിച്ച മൗലവി ഇപ്പോഴും ചില തെറ്റിദ്ധാരിപ്പിക്കൽ ഉണ്ടാക്കുന്നതായി ഇന്നലെ എനിക്കൊരാൾ കേൾപ്പിച്ചു. അദ്ദേഹമല്ലേ അല്ലാഹു തആല സിംഹാസനത്തിന്റെ മുകളിൽ ഉപവിഷ്ടനായി ഇരിക്കുന്നു എന്നും കാല് താഴ്ത്തിയിട്ടോ അല്ലെങ്കിൽ കാല് പൊക്കിയിട്ടോ പടച്ചവൻ ഇരിക്കുന്നത് നീ നമുക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞത്? ഈ രൂപത്തിൽ അള്ളാഹുവിനെ നിസ്സാരപ്പെടുത്തിയ മൗലവി. സുബ്ഹാനല്ലാഹ്. അമ്പിയാക്കളുടെ മഖ്ബറകളെ സംബന്ധിച്ച് ശവകുടീരം എന്നല്ലേ അദ്ദേഹം പ്രയോഗിച്ചത്? ഞാൻ ചോദിച്ചു, നിങ്ങളെ ബാപ്പ മരിച്ചാൽ നിങ്ങളെ ബാപ്പയുടെ ശവം കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാനൊക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. അമ്പിയാക്കളെ സംബന്ധിച്ച് ശവം എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾക്ക് അമ്പിയാക്കളോട് വലിയ ആദരവാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അള്ളാഹു തന്നെ പഠിപ്പിച്ചു തന്നത്, നബി തങ്ങൾ ഓതി തന്നതാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിന് തുല്യനായി ഒരാളും ഇല്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അല്ലാഹുവിന് ഒരു വിഷയത്തിലും തുല്യനില്ല. അതുകൊണ്ട് തന്നെ പടച്ചവനെ സംബന്ധിച്ച് ഒരു കസേരയിൽ ഇരിക്കുന്നു എന്നോ അല്ലെങ്കിൽ അതേ സിംഹാസനസ്ഥനായി എന്നോ. സുബ്ഹാനല്ലാഹ്. സിംഹാസനസ്ഥനായ ആസനം എന്തിനാ പറയാ? സിംഹാസനസ്ഥനായി എന്ന് പറഞ്ഞാൽ ആസനം സിംഹാസനത്തിന്റെ മേലെ വെച്ചു. ആസനം എന്തിനാ പറയാന്ന് ഞാൻ പറയണോ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ അള്ളാഹുവിന് ചന്തിയുണ്ട് എന്ന് പറഞ്ഞൊരു ടീം. ഇതാണോ ഇസ്ലാം? ഇത് പഠിപ്പിക്കുന്ന മൗലവിയാണ് മറ്റുള്ളവർക്ക് ഈമാൻ പഠിപ്പിക്കാൻ നടക്കുന്നത്. ഓ സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങൾ ആരും അവരുടെ മുൻഗാമികളായ ആളുകൾ പഠിപ്പിച്ച പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിൽ വ്യതിചലിച്ചു പോകാതെ, ഈമാൻ ലഭിക്കാതെ ഇവിടെ എന്ത് ലഭിച്ചിട്ടും കാര്യമില്ല, ഒന്ന് കിട്ടിയിട്ടും കാര്യമില്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ ലഭിക്കണം. മരിക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാൻ കഴിയണം. മരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കണം. അള്ളാഹുവിനെ കാണണം എന്ന ആഗ്രഹത്തോടെ യാത്ര പോകുന്ന ശരിയായ മുഅ്മിൻ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, അള്ളാഹുവിന്റെ തൃപ്തി കൊണ്ടും അള്ളാഹുവിന്റെ കറാമത്ത് കൊണ്ടും സന്തോഷമറിയിക്കപ്പെടും മരണപ്പെടുന്ന സമയത്ത്. ആ മരണപ്പെടുന്ന സമയത്ത് മലക്കുകൾ മുഖേന കറാമത്ത് അറിയിക്കപ്പെടുന്ന സന്തോഷമുണ്ടാകുന്നവരിൽ ഉൾപ്പെട്ട് മരിക്കാൻ കഴിയണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ഫലാഹ്, അതിനുവേണ്ടിയാണ് നമ്മുടെ മർക്കസ്, അതിനുവേണ്ടിയാണ് നമ്മുടെ മഅദിന്, അതിനുവേണ്ടിയാണ് നമ്മുടെ കേരളത്തിലും പുറത്തുമുള്ള എല്ലാ ദീനീ സ്ഥാപനങ്ങളും. അൽഹംദുലില്ലാഹ്, ഞാനിവിടെ സ്റ്റേജിൽ കയറി വന്നപ്പോൾ പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ച കൊണ്ടുവന്നു. സിറാജുൽ ഹുദയും അതിനുവേണ്ടിയുള്ളതാണ്. നമുക്ക് ഈമാനോടെ മരിക്കണം. മരിക്കുന്നതിന് മുമ്പ് ഈ ഭൂമി ലോകത്ത് ജീവിക്കണം. ആ ജീവിക്കുന്ന സമയത്ത് അന്തസ്സോടെ ജീവിക്കണം. ഈ ലോകത്ത് നല്ല വിവരമുള്ള, ആത്മീയവും ഭൗതികവുമായ വിവരമുള്ള നല്ല പണ്ഡിതന്മാരുണ്ടാകണം. അതിന് ധാരാളം സ്ഥാപനങ്ങൾ വേണം. അത് മാത്രം പോരാ, ആ സ്ഥാപനങ്ങൾ ഇവിടെ വളർത്തിയെടുക്കാനും സ്ഥാപനങ്ങളെ നിലനിർത്താനും ഖിയാമത്ത് നാൾ വരെ ഒരണുവളവ് വ്യത്യാസമില്ലാതെ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച ആശയം നിലനിർത്തി കൊണ്ടുപോകാനും ഇവിടെ സംഘടന വേണം. അതിനുവേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. 100 വർഷം തികയുന്നു. അൽഹംദുലില്ലാഹ്, സമസ്തയുടെ മറ്റ് ഘടകങ്ങളുടെ ഓരോ സമ്മേളനങ്ങൾ നടക്കുന്നു. SSFന്റെ സമ്മേളനം കഴിഞ്ഞ വർഷം കഴിഞ്ഞു. ഇപ്പോൾ SYSന്റെ 70ാം വാർഷികം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വരുന്ന 27, 28, 29 തീയതികളിൽ തൃശ്ശൂരിൽ അതിവിപുലമായി യുവജന സമ്മേളനം നടക്കുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് മുസ്ലിം ജമാഅത്തിന്റെ സമ്മേളനങ്ങളും പരിപാടികളും പദ്ധതികളുമാണ്. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അതിന്റെ അപ്പുറത്തെ വർഷം 26 കഴിഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു, പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു തുടങ്ങിയ മഹാന്മാർ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി സ്ഥാപിച്ചുവോ, ഏതൊരു ലക്ഷ്യത്തിൽ അവർ നടത്തിക്കൊണ്ടുവന്നുവോ, ആ ലക്ഷ്യത്തിൽ തന്നെ സമസ്തക്കൊരു പോറലുമേൽക്കാതെ ഇവിടെ നിലനിൽക്കുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന വിധം ഇൻഷാ അല്ലാഹ് 26-ൽ സമസ്ത കേരള ജമിയത്തുകളുടെ സമ്മേളനവും നമുക്ക് നടത്താനുണ്ട്. അതിനെല്ലാവരും
സജ്ജരായിരിക്കണമെന്ന് ഈ സമയത്ത് ഉണർത്തി. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഇസ്ലാം നന്നായാൽ അതിന്റെ ശരിയായ ലക്ഷണമാണ് തർക്കുഹു മാ ലാ യഅനി. ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കുക, ആവശ്യമില്ലാത്തത് കൈയൊഴിക്കുക. അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും എന്ത് കൊടുങ്കാറ്റടിക്കുന്നു എന്നോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുവെന്നോ അതൊന്നുമല്ല നമ്മുടെ ഈ ചർച്ചാ വിഷയങ്ങൾ. നമുക്ക് അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്തുക എന്നതാണ് നമ്മുടെ ചർച്ച. അതിലാണ് നമ്മുടെ ശ്രദ്ധ, അതിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തനവും അതിൽ ഒതുങ്ങിക്കഴിയുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാ നമ്മുടെ പ്രിയപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദും കൂടി എത്തിയത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ നമ്മുടെ പ്രിയപ്പെട്ട പത്തപിരിയം സഖാഫി എത്രയോ കാലമായി ഇവിടെ പലപ്പോഴും ക്ഷണിക്കാറുണ്ട്. പലപ്പോഴും അള്ളാഹു ഖദറാക്കിയ സമയത്തിൽ എന്തു നടക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ ഖദർ ഇന്നാണ് ഇവിടെ എത്താനുണ്ടായത്. അൽഹംദുലില്ലാ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചു. ഈ സ്ഥാപനത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ബർക്കത്തെടുക്കാൻ സാധിച്ചു. അതിൽ വളരെയേറെ സന്തോഷിയുണ്ട്. അർഹമുർ റഹീമായ റബ്ബ് നമുക്കും നമ്മുടെ നേതാക്കൾക്കും നമ്മുടെ പ്രവർത്തകർക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും നമ്മുടെ മുതഅല്ലിമീങ്ങൾക്കും നമ്മുടെ കാരണവന്മാർക്കും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ ഖാദിമീങ്ങൾക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ തഖ്വയോടുകൂടെ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും ഏറ്റിത്തരുമാറാകട്ടെ. മഹാനായ ശൈഖുന സുൽത്താനുൽ മൗസ്താദ് അവറുകളും ഞാനും ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് തങ്ങളവറുകളും ഇന്നലെ ദുബായിൽ നമ്മുടെ SYSന്റെ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ദുബായിലെ പരിപാടിയിൽ പങ്കെടുത്തു. രാത്രി 1:30 മണിക്കാണ് ഉസ്താദ് അവറുകളും ഞാനും ഒക്കെ പ്ലെയിനിൽ കയറിയത്. രാവിലെ 7 മണിക്ക് ശേഷമാണ് കോഴിക്കോട്ട് എത്തുന്നത്. അതിന്റെ ശേഷം ഉസ്താദ് അവറുകളും വളരെ ക്ഷീണത്തോടെ ആയി. അതുപോലെ ഞാനും കുറച്ച് ക്ഷീണമുണ്ട്. പക്ഷെ ഉസ്താദ് ക്ഷീണമെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിശ്വസിക്കും, അംഗീകരിക്കും, നിങ്ങളൊക്കെ അത് വേർക്കും. ഞാൻ ക്ഷീണമെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പറയുമോ അതൊക്കെ ഓരോരുത്തരും അങ്ങനെയൊക്കെ പറയുമെന്ന് പറയാൻ സാധ്യതയുണ്ട്. നിങ്ങളാരും പറയൂന്നല്ല, പറയൂല എന്നല്ല. അതുകൊണ്ട് ക്ഷീണമൊന്നും നോക്കണ്ട, വന്നാൽ നമുക്ക് ആരോഗ്യം തരുന്നവൻ അല്ലാഹു അല്ലേ എന്ന് വിചാരിച്ച് വന്നു. അൽഹംദുലില്ലാ വളരെയേറെ സന്തോഷം. നിങ്ങളെല്ലാവരെയും എപ്പോഴും ഓർക്കാറുണ്ട്. നിങ്ങൾ ദുആകളിൽ നമ്മളെല്ലാവരെയും ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് ദുആ ചെയ്യണം. സഹാബത്ത് ചോദിച്ചില്ലേ, അങ്ങനെ ഒരു നാവുണ്ടാകുമോ ഞങ്ങളെ പോലത്തവർക്ക്? അവിടുന്ന് പറഞ്ഞു, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ നാവ് കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളെ നാവ് കൊണ്ട് ഞാനും തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ പാവപ്പെട്ട എനിക്ക് ഈമാനും തഖ്വയും ഉണ്ടാകാൻ നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ മക്കൾ ദുആ ചെയ്യണം എന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെല്ലാവരെയും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ പരിപാടികളും സ്ഥാപനങ്ങളും സംഘടനകളും സംരംഭങ്ങളും എല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ലോകമാന്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാക്കാതെ ഞങ്ങൾക്ക് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള പ്രവർത്തനങ്ങളായി ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സിറാജുൽ ഹുദയിൽ വന്ന് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന വേറെ 2 അതിഥികളും ഉണ്ടായിരുന്നു. അവരുടെ മനസ്സിലുള്ള പ്രശ്നം എന്താണോ അത് നീ ഏറ്റെടുത്ത് പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. ഖൈറിൻ്റെ വാതിലുകൾ എല്ലാ ബിസിനസ്സുകാർക്കും നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. തൊഴിലെടുക്കുന്നവർക്കും എല്ലാ ഖൈറിൻ്റെ വാതിലുകളും തുറന്നു കൊടുക്കണം റഹ്മാനെ. കൃഷി ചെയ്യുന്നവർക്കും ഐശത്തിന് ഏത് വഴി തേടുന്നവർക്കും പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും എല്ലാവർക്കും എല്ലാ ഖൈറിൻ്റെ വാതിലുകളും നീ തുറന്നു തരണം റഹ്മാനെ. ഷർറുകൾ, മുസീബത്തുകൾ, ഞെരുക്കങ്ങൾ, കടങ്ങൾ, ഫൈനുകൾ, വിഷമങ്ങളിൽ നിന്നെല്ലാം എല്ലാ മുഅ്മിനീങ്ങളെയും നീ കാക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. എനിക്ക് പോകാൻ നിങ്ങൾ എല്ലാവരും സമ്മതം തരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.